ആരാരോ ആരാരോ എടപ്പുസേ കണ്ണടച്ച് ഉറങ്ങടാ. എന്റെ ദൈവമേ, കുറെ നേരമായിട്ടാണ് ഞാൻ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്നത്. നീ ഉറങ്ങണ വഴിയില്ലല്ലോ. എന്താ അപ്പുകുട്ടിക്ക് ഉറക്കം വരുന്നില്ലേ? ഇങ്ങനെ ആ ഊന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന എങ്ങനെ ഉറക്കം വരാനാ? കണ്ണടച്ച് ഉറങ്ങിയാലല്ലേ ഉറക്കം വരുള്ളൂ. അത് ശരി, നീ ഇപ്പൊ ഉറങ്ങില്ലെന്നാ തോന്നുന്നു. ഞാൻ നിന്നെ എത്ര നേരം ഇനി തൊട്ടിലിട്ട് ആട്ടിയാലും നീ ഇങ്ങനെ കളിച്ചോണ്ട് തന്നെ ഇരിക്കും. ശരി, നീയിപ്പൊ അങ്ങനെ കുറച്ചു നേരം കിടന്ന് കളിക്ക്. ഉറക്കം വരുമ്പോ നീ തന്നെ ഉറങ്ങിക്കോളും. ആ, ദാ അടുത്ത ആള് തുടങ്ങി. എന്തറിയാ, നിനക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ ഇല്ലേ? അപ്പോഴേക്കും ഉറക്കം വന്നോ? അശോ, ഞാൻ അച്ഛൻ വന്ന ശേഷം നിനക്ക് മരുന്ന് തന്നിട്ട് ഉറക്കാന്നാണ് വിചാരിച്ചത്. നിനക്ക് ചെറുതായിട്ട് ഫീവർ ഉള്ള പോലെ ഉണ്ട് റിയ. വീട്ടിലെ ശരിയാ, വേറെ മരുന്നുണ്ട്, അത് ഞാൻ തരാം. അത് കുടിച്ചിട്ട് നീ ഉറങ്ങിക്കോ. റിയ, അത് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫീവർ ഉള്ള പോലെ ഉണ്ട്, മരുന്ന് കുടിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ മരുന്ന് തരാം, എന്നിട്ട് നീ ഉറങ്ങിയാ മതി. നിക്ക്, ഞാൻ പോയി മരുന്ന് എടുത്തിട്ട് വരാം. പിന്നെയോ? നീയല്ലേ ഇപ്പൊ ഉറക്കം വരുന്നോന്ന് പറഞ്ഞത്? നിക്ക്, ഞാൻ മരുന്ന് തരാം, എന്നിട്ട് നീ കിടന്ന് ഉറങ്ങിക്കോ. റിയ, മരുന്ന് കുടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ ഉറക്കം വരുന്നെന്ന് കള്ളം പറയണത്? നീ ഇപ്പൊ ഉറങ്ങിയാലും ശരി, ഇല്ല കുറച്ചു കഴിഞ്ഞ് പിന്നെ ഉറങ്ങിയാലും ശരി, പക്ഷെ എന്തായാലും മരുന്ന് കുടിച്ചിട്ട് തന്നെ ഉറങ്ങണം. മരുന്ന് കുടിക്കാതെ ഇന്ന് ഞാൻ നിന്നെ വിടില്ല. അങ്ങനെ കശക്കൊന്നും ഇല്ല റിയ, കുട്ടികളുടെ മരുന്നല്ലേ, നീ നേരത്തെ കുടിച്ചിട്ടുള്ളതല്ലേ, അങ്ങനെ കശക്കില്ല. നീ കുടിച്ചിട്ട് മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. അപ്പൊ രാവിലെ എണീക്കുമ്പോ നിനക്ക് ഫീവർ ഒക്കെ മാറും. റിയ, തലയിലെ തുണിയൊക്കെ നനച്ചമ്മ വച്ചു തരാം, പക്ഷെ അത് മാത്രം പോരാ. എന്തായാലും മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചാൽ തന്നെ ഫീവർ മാറും. അച്ഛനെ കൊണ്ട് അമ്മ മരുന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വരുമ്പോ വാങ്ങിച്ചിട്ട് വരും. ആ മരുന്ന് കഴിച്ചിട്ട് നീ മിണ്ടാതെ കിടന്നുറങ്ങിയ രാവിലെ എണീക്കുമ്പോ ഫീവർ മാറും. ഇതാ അച്ഛൻ വന്നു റിയ, മരുന്ന് കഴിച്ചിട്ട് എന്നിട്ട് ഉറങ്ങാട്ടോ. നിക്ക്. ശിവേട്ടാ, റിയാക്ക് മരുന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. വാങ്ങിച്ചിട്ട് വന്നോ? ആ, പാരസെറ്റമോൾ അല്ലേ, വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ആ ബാഗിനകത്തുണ്ട്. ആ ശരി, എന്നാ ഞാനത് എടുത്ത് റിയാന് കൊടുത്തോളാം. എടി ഐഷു, നിക്ക്, നീ കൊടുത്താൽ അവള് കുടിക്കില്ല, വാശി പിടിക്കും. നിക്ക്, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ കൊടുക്കാം. ആ, അതും ശരിയാ. നിങ്ങൾ കൊടുത്താൽ തന്നെ അവള് കുടിക്കും. ഇത്ര നേരം എന്റെ അടുത്ത് മരുന്ന് കുടിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമായിരുന്നു. ശരി ശരി, ഞാൻ കൊടുത്തോളാം. ശരി, റിയ കുട്ടി എവിടെ? ആ, അവള് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. റിയ, റിയ. ഐഷു, മരുന്ന് കൊടുക്കുന്നു പറഞ്ഞ അവള് എവിടെങ്കിലും പോയി ഒളിഞ്ഞിരിക്കുമായിരിക്കും. ആ, അതും ശരിയാ. നിങ്ങൾ വന്നതും മരുന്ന് തരാന്ന് പറഞ്ഞത് കൊണ്ട് അവൾ എവിടെങ്കിലും പോയി ഒളിഞ്ഞിരിക്കുമായിരിക്കും. ശരി ശരി, അവൾ എവിടെയാണെന്ന് നോക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഞാൻ മരുന്ന് കൊടുക്കാം. ആ ശരി ശിവേട്ടാ, ഞാൻ നോക്കാം. നിങ്ങൾ പോയി കുളിച്ചിട്ട് വരി. ആ ശരി ഐഷു. റിയ, എവിടെയാണ് നീ? ഇതോ അച്ഛൻ വന്ന് നോക്ക്. എവിടെയാണ് നീ? ഇങ്ങോട്ട് വാ. എടാ അപ്പുസേ, നിന്റെ ചേച്ചി എവിടെ? അച്ഛൻ വന്ന് മരുന്ന് തരുന്നു പറഞ്ഞത് കൊണ്ട് ചേച്ചി എവിടെങ്കിലും പോയി ഒളിഞ്ഞോ? എവിടെ പോയി നിന്റെ ചേച്ചി? എവിടെ പോയി ഒളിഞ്ഞിരിക്കുവാണ്? റിയ, റിയ. അമ്മയുടെ വീട് എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇവിടെ
ഐഷു എന്താ അമ്മൂസ് എവിടെ? അയ്യോ ശിവേട്ടാ, റിയാനെ കാണുന്നില്ല. എന്താ കാണുന്നില്ലെന്നോ? എന്താ നീ പറയണ്? അവളെ എവിടെ പോവാനാ? അയ്യോ ശിവേട്ടാ, അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ അവളെ എവിടെയും കാണുന്നില്ല. എടി ഐഷു നീ എന്താ പറയണ്? മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് അവള് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കുവായിരിക്കും. എല്ലാ റൂമിലും നോക്കിയോ? കട്ടിലിന്റെ അടിയില്, വാതിലിന്റെ പുറകില് എവിടെയെങ്കിലും കാണും. പോയി നോക്ക്. അയ്യോ ഇല്ല ശിവേട്ടാ, ഞാൻ എല്ലാ റൂമിലും തെരഞ്ഞു, എവിടെയോ അവളില്ല. എടി ഐഷു നീ ഇത് എന്താ പറയണ? കുട്ടീനെ കാണുന്നില്ലെന്ന്. വീട്ടിന്റെ അകത്തില്ലെങ്കിൽ ഇനിയിപ്പോ അവള് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ? ഞാൻ ഇപ്പോഴല്ലേ വന്നത്. ഞാൻ വീട്ടിന്റെ അകത്ത് വന്ന ശേഷം നമ്മൾ വാതിൽ അടച്ചില്ലേ, പിന്നെ അവൾ എങ്ങനെ പുറത്തു പോവും? അതെ ശിവേട്ടാ. എടി ബാക്കിലെ അടുക്കള വാതിൽ വല്ല നീ തുറന്നു വെച്ചിട്ടുണ്ടോ? അയ്യോ അതെ ശിവേട്ടാ, അടുക്കള വാതിൽ അടയ്ക്കാൻ മറന്നുപോയി. അടുക്കള വാതിൽ തുറന്നിട്ടാ ഉള്ളത്. ഇനിയിപ്പോ അവള് അതിൽ കൂടെ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാകുമോ? എടി ഐഷു ഞാൻ നിന്നെക്കൊണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അടുക്കള വാതിലൊക്കെ ഒരു 5 മണി 6 മണി കഴിയുമ്പോൾ അടച്ചു വെക്കി, തുറന്നു വെക്കണ്ട. കുട്ടി അറിയാതെ പുറത്തെവിടെയെങ്കിലും പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അയ്യോ ഇല്ല ശിവേട്ടാ, അവൾ അങ്ങനെ പറയാതെ പുറത്തൊന്നും പോവില്ലല്ലോ. പിന്നെ ഞാൻ അടയ്ക്കാൻ മറന്നു പോയതാ. പക്ഷെ ഇപ്പൊ അവള് അതിൽ കൂടെ പുറത്തു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ ശിവേട്ടാ, എനിക്ക് പേടിയാവണു. അവൾ ഇനി പുറത്ത് എവിടെ പോയിട്ടുണ്ടാവും? അയ്യോ എടി ഐഷു ശരി കരയല്ലേ. അവള് മരുന്ന് കൊടുക്കുന്നു പറഞ്ഞപ്പോ പേടിച്ചിട്ട് പുറത്തെവിടെയെങ്കിലും ഇരിക്കുവായിരിക്കും. നിനക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ ശിവേട്ടാ, എനിക്ക് പേടിയാവുന്നു, ഞാനും വരാം. എടി വേണ്ട വേണ്ട, ആദ്യക്കുട്ടനുള്ളതല്ലേ. ആദ്യം വെച്ചിട്ട് നീ പുറത്ത് വരണ്ട. നീ അവനെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കി. ഞാൻ പുറത്ത് പോയി അവൾ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. അയ്യോ ശിവേട്ടാ, എനിക്ക് പേടിയാവണു. റിയ എവിടെ പോയിട്ടുണ്ടാവും? ഐഷു അവൾ എവിടെയും പോയിട്ടുണ്ടാകില്ല. അവള് പേടിച്ചിട്ട് പുറത്തെവിടെയെങ്കിലും ഇരിക്കുവായിരിക്കും. നിനക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ ശരി ശിവേട്ടാ, വേഗം പോയി നോക്കി. അവൾക്ക് ഇരുട്ടെന്ന് പറഞ്ഞാലേ പേടിയാ. ഇനിയിപ്പോ അവൾ എവിടെയെങ്കിലും പേടിച്ചിരിക്കുവായിരിക്കും. വേഗം പോയി നോക്കിയേട്ടാ. ആ ശരി ഐഷു നീ ടെൻഷൻ അടിക്കണ്ട. അവള് പുറത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിക്ക്.